നമസ്കാരം. ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് പാകിസ്ഥാനാണ്. പണ്ടുകാലം മുതൽ തുടരുന്ന ഈ നിലപാട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിട്ടുണ്ട്. പലപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണയുണ്ടായിരുന്നുവെന്നത് അന്വേഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ള കാര്യവുമാണ്. കാശ്മീരിലെയോ പഞ്ചാബിലെയോ തീവ്രവാദികളാണെങ്കിലും അവർക്ക് വേണ്ടുന്ന ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നൽകിയിരുന്നതും ഇന്ത്യയിലെത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. കാശ്മീർ, പഞ്ചാബ് സ്ഥലങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധവുമുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് മറിച്ചാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ തലവന്മാരും അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. നിരവധി തീവ്രവാദ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് പാകിസ്ഥാനിൽ മറ്റൊരു തീവ്രവാദ സംഘടനയുടെ തലവൻ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവായ ഖാരി ഐജസ് ആബിദാണ് അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മതപണ്ഡിതനായി പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ. പാകിസ്ഥാനിലെ പക്തോൺ പ്രവിശ്യയിലെ പെഷവാറിലെ പള്ളിക്ക് സമീപം പട്ടാപ്പകലാണ് ആക്രമണം നടന്നത്. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടാളിക്ക് പരിക്കേറ്റു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആളാണ് ആബിദ്. ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇയാൾ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പാകിസ്ഥാനിൽ മതപാഠശാലകൾ നടത്തിയിരുന്നു. ഈ മതപാഠശാലകളുടെ മറവിൽ ഇയാൾ അവിടെ പഠിക്കാനെത്തുന്ന ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇയാൾ ഈ മതപാഠശാല ആരംഭിച്ചത് തന്നെ. ഇങ്ങനെ നിരവധി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയും മറ്റ് നേതാക്കന്മാർക്കൊപ്പം ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തീവ്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ASWJയുടെ സമിതി അംഗവും ഇന്റർനാഷണൽ ഖത്തമി ഈ നബുവത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവിശ്യ തലവനുമായിരുന്നു ഇയാൾ. ചെറുപ്പക്കാരായ ആളുകളിലേക്ക് തീവ്രവാദ ചിന്തകൾ കുത്തി നിറയ്ക്കാൻ ഇയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധു മാത്രമല്ല, അവർ സഹപാഠികൾ കൂടിയായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരേ മതപാഠശാലയിലാണ് ഇവർ പഠിച്ചിരുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് പ്രധാനപ്പെട്ട തീവ്രവാദ ആക്രമണങ്ങൾ തന്നെ പദ്ധതിയിട്ടിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. മസൂദ് അസറിന്റെ വലം കൈയായിരുന്നു ഖാരി ഐജാസ്. ഇയാളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മതപാഠശാലകൾ ഭീകര സംഘടനയുടെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായിരുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. നിരവധി പാകിസ്ഥാനി യുവാക്കൾ ജെയ്ഷെ മുഹമ്മദിൽ എത്തിയത് ഇയാളുടെ സ്വാധീനത്തിലായിരുന്നു. തീവ്രവാദ ചിന്ത കുത്തിവെക്കാൻ അഹ്ലെ ഇ സുന്നത്, ഖദം ഇ നബുവത്ത് പോലുള്ള ഗ്രൂപ്പുകളെയാണ് മസൂദ് അസർ ഉപയോഗപ്പെടുത്തിയത്. യുവാക്കളെ വശീകരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ആയുധ പരിശീലനം നൽകുന്നതാണ് ഇവരുടെ രീതിയെന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദികൾ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിൽ അവസാന കണ്ണിയാണ് ആബിദ്. ഈ അടുത്തിടെ പാകിസ്ഥാനിൽ മുംബൈ തീവ്രവാദി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിന്റെ നിരവധി അനുയായികൾ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഇത്. ഇവരുമായി ചേർന്ന് ആബിദ് പ്രവർത്തിച്ചിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കൊടും ഭീകരരുടെ മരണമെല്ലാം തന്നെ ഏറെ ആഹ്ലാദം നൽകുന്ന വാർത്തകളാണ്. പലപ്പോഴും ഇവർക്ക് വിദേശ സഹായം ലഭിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോൾ ദയനീയ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. എങ്കിലും തീവ്രവാദത്തിന് വേണ്ടി ഇപ്പോഴും പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളെ തീറ്റിപ്പോറ്റുന്നുണ്ട് എന്നതും വസ്തുതയാണ്.